വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ സ്വഭാവത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു മാറ്റം എന്താണെന്ന് പറയാം. ആ മാറ്റം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നത്? കൂടുതൽ സ്ത്രീകളും കല്യാണം കഴിയുന്നതോടുകൂടി ഇനി ജീവിതം, അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസ്, അത് കഴിഞ്ഞ് വീട്, ഭർത്താവ്, കുട്ടികൾ എന്ന രീതിയിലേക്ക് മാറ്റും. ചില സ്ത്രീകളെങ്കിലും കല്യാണത്തിന് ശേഷം അവർ കഷ്ടപ്പെട്ട് നേടിയ ജോലി ഉപേക്ഷിക്കാറുണ്ട്. ഇത്രയും നാളും അവർ കൊണ്ടു നടന്നിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരിക്കും, ഏറ്റവും അടുത്ത കൂട്ടുകാർ. അത് ഓരോന്നായി കട്ടായിക്കൊണ്ടേയിരിക്കും. സ്ത്രീകൾക്ക് അവർ ജനിച്ചു വളർന്ന നാട്, വീട്, അച്ഛൻ, അമ്മ, കൂട്ടുകാർ എല്ലാവരെയും ഉപേക്ഷിച്ച് വേണം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാനായി തുടങ്ങും. എന്നാൽ ഭർത്താവിനോ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയ ഒരു പേഴ്സൺ ആണ്. അയാൾക്ക് വേറെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ചേഞ്ചസും ഉണ്ടായില്ല. അവരുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നു കയറി എന്നല്ലാതെ. എന്നാൽ പെൺകുട്ടിക്കോ ആ കുട്ടിയുടെ ഹോബി പോലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ചില വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഇത് പൊതുവായ കാര്യമല്ല, ചില വീടുകളിലെങ്കിലും നടക്കുന്ന കാര്യമാണ്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്ന, ചിലപ്പോൾ വൈകുന്നേരം കൂട്ടുകാരുമൊത്തൊന്ന് പുറത്തു പോവുകയോ, ചിലപ്പോൾ ഒരു വോളിബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും അയാളുടെ ഒരു സ്ഥിരമായ ഒരു ഹോബി ചെയ്യാൻ പോകുന്ന സമയത്ത് പെൺകുട്ടി എന്ത് ചെയ്യും? ടോട്ടലി ഹസ്ബൻഡിൽ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഭർത്താവ് വരുന്നത് നോക്കി പെൺകുട്ടി വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അയാൾ വന്നാലോ, അയാൾ ബാക്കി അയാളുടെ നോർമൽ റുട്ടീൻ കണ്ടിന്യൂ ചെയ്തു പോകും. പെൺകുട്ടി ചിന്തിക്കുന്നത് ഭർത്താവ് വന്നിട്ട് വേണം ഭർത്താവിനോട് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും എന്നാണ്. പക്ഷെ പുരുഷന്മാർക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവാത്തത് കൊണ്ട് അവരിത് മനസ്സിലാക്കുകയുമില്ല. അവരവരുടെ നോർമൽ റുട്ടീൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. ഇത് പൊതുവൽക്കരിക്കുകയല്ല, ചിലയിടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പെൺകുട്ടികൾക്ക് പയ്യെ പയ്യെ ലോൺലിനെസ് ഫീൽ ചെയ്യും, ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ. ജോലിക്ക് പോകാത്ത കുട്ടികളാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ പയ്യെ പയ്യെ സ്ട്രെസ് വരാൻ തുടങ്ങും, ഡിപ്രഷനിലേക്ക് മാറും. എന്നാൽ ചിലപ്പോൾ ഇത് ഭർത്താവിന് മനസ്സിലാകണമെന്നുമില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു വന്നിരുന്ന ഹോബി കണ്ടിന്യൂ ചെയ്യുക. മാക്സിമം ഫ്രീ ആയിട്ടിരിക്കുന്നത് ഉപേക്ഷിക്കുക. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈവനിങ്ങിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒന്ന് നടക്കാൻ ഇറങ്ങുക, ചുറ്റുവട്ടമുള്ള ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താക്കന്മാരെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. പയ്യെ പയ്യെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാറ്റാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് പുരുഷന്മാർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഭാര്യമാരോട് കൂടെ തന്നെയാണ്. അവർ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്ന ശീലം പെട്ടെന്നൊന്നും മാറ്റാനായിട്ട് കഴിയില്ല, പക്ഷെ പയ്യെ ഉറപ്പായും മാറ്റാനായിട്ട് കഴിയും. അതിനൊക്കെ ഓരോരോ മാർഗങ്ങളുണ്ട്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഭർത്താവിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കണം. നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ടാകണം. പെയ്യെ എല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും.